കോഴിക്കോട് മാങ്കാവിൽ KSRTC ബസ് ഡ്രൈവർക്ക് യുവാവിന്റെ മർദ്ദനം. കാറിന് സൈഡ് കൊടുത്തില്ല എന്നാരോപിച്ചായിരുന്നു മർദ്ദിച്ചത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന KSRTC ബസ്സിന് നേരെയാണ് അക്രമം ഉണ്ടായിരിക്കുന്നത്. ഡ്രൈവർക്കാണ് ഇതിൽ പരിക്കേറ്റിരിക്കുന്നത്. മാങ്കാവ് വെച്ചായിരുന്നു സംഭവം. ഈ പിന്നിലായിരുന്ന KSRTC ബസ്സിൻ്റെ പിന്നിലായിരുന്ന ഈ കാറ് വളരെ വേഗത്തിലെത്തുകയും പിന്നീട് റോഡിന് കുറുകെ ഇട്ടു. അങ്ങനെ വാഹനത്തിന് ഈ ബസ്സിന് നേരെ കുറുകെ ഇടുകയും പിന്നീട് ആ ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. വളരെ വേഗത്തിൽ എത്തുകയും പിന്നീട് ഡ്രൈവറെ ഈ ഡോർ തുറന്നുകൊണ്ട് ആക്രമിക്കുകയും ചെയ്തു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ KSRTC ഡ്രൈവറായിട്ടുള്ള സുബ്രഹ്മണ്യനാണ് പരിക്കേറ്റിരിക്കുന്നത്. അദ്ദേഹം ചികിത്സയിലാണ്. ഈ സംഭവത്തിൽ ഇപ്പോൾ KSRTC ജീവനക്കാർ പരാതി നൽകിയിട്ടുണ്ട്. കുറ്റിക്കാടൂർ സ്വദേശിയായിട്ടുള്ള യുവാവിനെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. നേരത്തെ കസബ പോലീസിനാണ് പരാതി നൽകിയത്. പക്ഷേ ഈ സംഭവം നടന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൻ്റെ പരിധിയിലായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിലേക്ക് ഇത് റെഫർ ചെയ്യുകയായിരുന്നു. ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത്. കാറ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ യുവാവിൻ്റെ സുഹൃത്തിൻ്റെതാണ് കാറ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റിക്കാട് സ്വദേശിയെ പിടികൂടുന്നതിന് വേണ്ടിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ അവിടെ എത്തിയിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോട് കൂടി തന്നെ ഈ പ്രതി അവിടെ നിന്ന് മുങ്ങി എന്നാണ് പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം. വൈകാതെ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് പോലീസ് അത്തരം വിവരങ്ങളാണ് പോലീസ് പങ്കുവെക്കുന്നത്. ഏതായാലും ഈ കാർ ഇപ്പോൾ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് അറിയിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ഉബൈദ് ഹമീദ് പറഞ്ഞു, SKN കേന്ദ്രമന്ത്രിയെ കണ്ടത് നിങ്ങളെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ക്യൂവിലെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അത് മാറി. നമ്മളിപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയെ കണ്ടതുകൊണ്ട് വല്ലതും നമ്മുടെ നിലപാടുകൾ മാറാൻ പോകുന്നുണ്ടോ? നിങ്ങളറിയാം.